പോലുള്ള പ്രവാസികളായിട്ടുള്ള ബാച്ചിലേഴ്സിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് സോസേജ്. അപ്പം അത് നമ്മൾ എങ്ങനെ എളുപ്പത്തിൽ ഇങ്ങനെ കിടുവായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ വരില്ലേ, കാണില്ല നമുക്ക് ആ വീഡിയോ. അപ്പോൾ അതിലേക്ക് ഞാൻ നിങ്ങളിങ്ങനെ കൊണ്ടുപോയിട്ട് എൻ്റെ ക്യാമറ ഡിസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഗൈസ് ഇത് ശരിക്കും ഞാൻ പറഞ്ഞാൽ ഈ സോസേജ് ഞാൻ കട്ട് ചെയ്തിട്ട് ഓൾറെഡി വെച്ചതാണ്. കട്ട് ചെയ്ത് വെച്ച് ഇതിനകത്ത് ഞാൻ എന്തൊക്കെയാണ് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സാധനമാണ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, സോറി. ഇത് ലബങ് ചില്ലി സോസ് എന്ന് പറഞ്ഞിട്ട് ചൈനീസ് സോസാണ്. ഇത് ഭയങ്കര സ്പൈസിയാണ്. ഇത് ഞാൻ അതിനകത്ത് യൂസ് ചെയ്യും. വളരെ വില കുറവാട്ടോ, ഒരു 4 ദിറംസൊക്കെ ഉള്ളതിന്. പിന്നെ എൻ്റെ സ്പെഷ്യൽ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗാർലിക് ചില്ലി സോസ് എന്നുവെച്ചാൽ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്തതുകൊണ്ട് ഞാൻ ഈ ഗാർലിക് ചില്ലി പേസ്റ്റസും ഹെൻസിൻ്റെയാണ്, ഇത് ഞാൻ യൂസ് ചെയ്യും. പിന്നെ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു സാധനം ഈ ടൊമാറ്റോ പേസ്റ്റ് കുറച്ച് യൂസ് ചെയ്യും. ഇതാണ് സാധനം. ഈ ടൊമാറ്റോ പേസ്റ്റും ഞാനത് കുറച്ചിടും. പിന്നെ നമ്മളിതിനകത്ത് വേറെ സ്പെഷ്യലായിട്ടൊന്നും ഇടുന്നൊന്നുമില്ല. പിന്നെ നമ്മൾ സാധാരണ കുറച്ച് സോൾട്ട് ഇടണം ആവശ്യത്തിന്. എത്രയാണോ നമുക്ക് സോൾട്ട് വേണ്ടത് വെച്ചാൽ അതിനകത്ത് കുറച്ചൊരു അര ചില്ലി സ്പൂൺ സോൾട്ട് യൂസ് ചെയ്യും. പിന്നെ ഞാൻ ഈ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സാധനത്തിൽ കുറച്ച് ടെർമറിക് പൗഡർ, ഓക്കെ. പിന്നെ കുറച്ച് ചില്ലി പൗഡർ. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് കാശ്മീരി ചില്ലിയാണ്. വേറെ ചില്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് നമുക്കത് അങ്ങോട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല. അത് രണ്ടും മതി. അപ്പോൾ ഇത് രണ്ടും എല്ലാവരുടെ അടുത്തും ഉണ്ടാകുന്നൊരു സംഭവമാണല്ലോ. അപ്പോൾ പിന്നെ അത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. ഈ ടെർമറിക് പൗഡറും ചില്ലി പൗഡറും പിന്നെ ഞാൻ ഇട്ടച്ച ഈ 3 സോസുകളാണ്. അത് മാത്രമാണ് ഇതിൽ നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് നേരം വെക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ സാധനം. ഇതിലേക്ക് ഞാൻ നമ്മുടെ ടെർമറിക് പൗഡർ, ഇത് എൻ്റെ അടുത്ത് വലിയ ബോട്ടിലുണ്ട്, പക്ഷേ ചെറിയ ബോട്ടിൽ ഇട്ടുമ്പോൾ ഒരു രസമാണ്, കാണാനൊരു ഭംഗിയാണ്, ഉപയോഗിക്കാൻ സുഖമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഈ ചെറിയ സ്പൂണുണ്ടോ, ഇച്ചിരി സ്പൂണൊന്നും പറയാൻ പറ്റില്ല, ഒരു വിരലിനത്ര വലിപ്പമുള്ളൂ. ഈ 2 സാധനമാണ് ഞാൻ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ടെർമറിക് പൗഡറും കുറച്ച് നമ്മുടെ ചില്ലി പൗഡറും നമ്മളിടുക. എന്നിട്ട് ഈ അളിയനെ നല്ലൊരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതിനെ ഇളക്കാം. അപ്പം ഞാൻ സ്പൂണല്ല യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് സ്പൂണുകളും ഇഷ്ടമായി ഇളക്കാൻ ഇഷ്ടം പോക്കാണ്. ഇതാകുമ്പോൾ നമുക്ക് സ്പൂണിനേക്കാൾ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. സ്പൂണാകുമ്പോൾ ഒരു ഞെര കിട്ടില്ല. ഇതിങ്ങനെ ഇട്ട് ഇളക്കി. എന്നാൽ പൊതുവിലെന്ന് വെച്ചാൽ ഈ സോസേജിനകത്ത് ഓൾറെഡി ഒരു ഉപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൂടുതൽ ഉപ്പിടേണ്ട ആവശ്യമില്ല. ഒരിച്ചിരി ഒരു പൊടിക്ക് ഞാൻ ഉപ്പിട്ടില്ലല്ലോ അല്ലേ, ഉപ്പിട്ടിട്ടില്ലല്ലോ. അപ്പം ഒരു ചെറിയ ഇച്ചിരി ഒരു പിഞ്ച്, ഈ മുളകിനൊക്കെ ഒന്ന് പൊടിക്കാൻ വേണ്ടി മാത്രം ഇടുന്ന ഒരു ഉപ്പ്. സോസിനൊക്കെ ഇച്ചിരി പുളിപ്പേരിക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മാറി കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഉപ്പാണ് നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതും കൂടി ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇളക്കും. ഇളക്കാൻ വലിയ സംഭവമൊന്നുമില്ല, നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഇതൊരു 15 മിനിറ്റ് നേരം വെക്കണം. എന്നാലേ ആ ഒരു ടേസ്റ്റ് അതിനെ പിടിക്കുള്ളൂ. അതിന് എരിവ് നന്നായി പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ സോസേജ് ഒരു ടേസ്റ്റ് മീൻസ് ഇപ്പം സ്പൈസിയൊക്കെയുള്ള സോസേജ് കിട്ടുന്നുണ്ട് മാർക്കറ്റിൽ. എന്നാൽ പോലും ഇതൊരു ഇത്തിരി ജ്യൂസി ടൈപ്പ് ആയിരിക്കും സംഭവം, ഭയങ്കര ഇച്ചിരി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്ഥിരം റെഡി കൈ അടക്കൽ. പിന്നെ ഞാൻ ഈ പാൻ വെച്ചിട്ട് ആ പാൻ ഒന്ന് കത്തിക്കാം. അത് വേണോ, ഇത് ഇങ്ങനെ കുഴച്ച് വെച്ചപ്പോൾ ഇങ്ങനെയായി. ഇനിയിപ്പോൾ അതിനെ ഞാനിത് നമ്മുടെ ഇവിടെ ഈ ഒരു പാൻ കത്തിച്ച് ഇതിൻ്റെ അകത്ത് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്ത്. പിന്നെ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ കൈ പൊള്ളിക്കാൻ വലിയ താല്പര്യമില്ലാത്തതിനെ കൊണ്ട് ഈ സാധനം എണ്ണ ചൂടാകുന്നതിന് മുന്നേ തന്നെ അതിനകത്ത് വിടും. ഓക്കെ, എന്നിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നേരം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഓക്കെ, അപ്പോൾ കണ്ടോ ഈ സാധനം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു ജ്യൂസി മാതിരി ഉണ്ടാവും. ഇത് ഓൾമോസ്റ്റ് ഇപ്പം ഫ്രൈ ആയി. 2 കൂടിയ 5 മിനിറ്റ് കൊണ്ടത് കുക്ക് ചെയ്യാൻ പറ്റും. എളുപ്പമാണ്. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ ചപ്പാത്തീൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ ബെസ്റ്റ് സാധനം. ചപ്പാത്തി പൊറോട്ടയൊക്കെ അതിൻ്റെ കൂട്ടത്തൊക്കെ ഒരു സ്വീറ്റ് ഉണ്ടാവും. കുറച്ച് സ്വീറ്റൊക്കെ ആയിട്ടൊരു ടേസ്റ്റാണ്. കുറച്ച് ജ്യൂസിയാണ് സംഭവം.
സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ വായിൽ വെള്ളം ഓർക്കണം. അപ്പം അധികം കരിക്കണ്ട, ഇത്ര കരിഞ്ഞാൽ മതി. അപ്പോൾ കണ്ടോ ഈ ഒരു ഗോൾഡൻ റെഡിഷ് ഭയങ്കര നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഇല്ലേ അതുപോലെ ഉണ്ടാവും സംഭവം. എന്തെങ്കിലും ഗ്യാസ് ഓഫ് ആക്കിയാണ് 5 മിനിറ്റ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ സംഭവം. ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം. ഓക്കെ.